Hi viewers, you're watching Cascibillus and it's me, Selena Jace, here with you. Those who are watching for the first time, kindly subscribe to our channel and press the bell icon to get the notifications. അത്യാവശ്യം നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്നവർക്കും അത്യാവശ്യം വൊക്കാബുലറിയും ഗ്രാമർ സെൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഏരിയസ് വരുമ്പോൾ ചില യൂസേജസ് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കൂടുതലായിട്ടും നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അതിൽ നിന്ന് മീനിങ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ചില ഏരിയാസ്. അപ്പോൾ നേരത്തെ ചില എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ചില ഇഡിയംസും ഫ്രേസസും ഒക്കെ നോർമലി നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഇഡിയംസും ഫ്രേസസും ഒക്കെ. അപ്പോൾ അവയുടെ മീനിങ് അറിഞ്ഞില്ലെങ്കിൽ വേർഡ്സിൻ്റെ മീനിങ് ആയിരിക്കില്ല ആക്ച്വലി ആ ഫ്രേസിൻ്റെ മീനിങ് അല്ലെങ്കിൽ ആ ഇഡിയത്തിൻ്റെ മീനിങ്. അപ്പോൾ ആ മീനിങ്സ് മനസ്സിലാക്കി അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയുള്ള രണ്ട് ടൈപ്സ് ഓഫ് ഫ്രേസസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രേസൽ വേർബ്സും പ്രിപ്പസിഷണൽ വേർബ്സുമാണവ. അപ്പോൾ നോർമലി ഫ്രേസൽ വേർബ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രിപ്പസിഷണൽ വേർബ്സിനെയും ഫ്രേസൽ വേർബ്സ് എന്ന് തന്നെയാണ് നമ്മളിൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവ രണ്ടിനെയും തമ്മിലൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് പോകാം. ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഇവയുടെ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ്. ഫ്രേസൽ വേർബ്സ് വേർബ് പ്ലസ് ആഡ്വേർബ് എന്ന ഫോമിലാണ് ഫ്രേസൽ വേർബ്സ് വരിക. അല്ലെങ്കിൽ വേർബ് പ്ലസ് ആഡ്വേർബ് പ്ലസ് പ്രിപ്പസിഷൻ. ആഡ്വേർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ വേർബിന് ശേഷം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആഡ്വേർബും കൂടി വന്നാൽ അതൊരു ഫ്രേസൽ വേർബായി. അതിനുള്ള എക്സാമ്പിളാണ് ത്രോ അവേ എന്നുള്ള ഫ്രേസ്. അതുപോലെ വേർബിന് ശേഷം ആഡ്വേർബ് പ്ലസ് ഒരു പ്രിപ്പസിഷനും കൂടി വന്നാൽ അതൊരു ഫ്രേസൽ വേർബാണ്. എക്സാമ്പിൾ പുട്ട് അപ്പ് വിത്ത് ആണ്. ഇനി പ്രിപ്പസിഷണൽ വേർബ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പസിഷണൽ വേർബ് എന്ന് പറയുമ്പോൾ ഒരു വെർബിന് ശേഷം പ്രിപ്പസിഷൻ വരുന്ന ഫ്രേസസിനെയാണ് പ്രിപ്പസിഷണൽ വേർബ്സ് എന്ന് നമ്മൾ പറയുക. ലുക്ക് അറ്റ്, പുട്ട് ഓൺ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഫ്രേസസൊക്കെ പ്രിപ്പസിഷണൽ വേർബ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വേർബ് പ്ലസ് ആഡ്വേർബ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൽ ഒബ്ജക്റ്റിനെ എനിക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. വേർബിനും ആഡ്വേർബിനും നടുക്കോ അല്ലെങ്കിൽ വേർബിനും ആഡ്വേർബിനും ശേഷമോ പ്ലേസ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആണ്. ഒബ്ജക്റ്റ് ക്യാൻ ബി പ്ലേസ്ഡ് എനിവേ. അതേസമയം പ്രിപ്പസിഷണൽ വെർബിൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നൗണോ പ്രോനൗണോ ആകാം. ഫോർ എക്സാമ്പിൾ ത്രോ ഇറ്റ് അവേ എന്നെനിക്ക് പറയാം, ത്രോ അവേ ഇറ്റ് എന്നും പറയാം. ഇറ്റ് എന്ന പ്രോനൗൺ ത്രോയ്ക്കും അവയ്ക്കും നടുക്കും വയ്ക്കാം, അതിന് ശേഷവും വയ്ക്കാം. ആഡ്വേർബിന് ശേഷം അവസാനവും പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, ഫ്ലെക്സിബിൾ ആണ്. അതേസമയം പ്രിപ്പസിഷണൽ വേർബ്സിൽ വേർബും പ്രിപ്പസിഷനും ചേർന്നേ ഇരിക്കുകയുള്ളൂ. അതിന് നടുക്ക് നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രിപ്പസിഷന് ശേഷം മാത്രമാണ് ഒബ്ജക്റ്റിനെ, അതായത് നൗണോ പ്രോനൗണോ ആകാം, അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫ്രേസൽ വേർബ്സും പ്രിപ്പസിഷണൽ വേർബ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒബ്ജക്റ്റിനെ ഫ്രേസൽ വേർബ്സിൽ ഫ്ലെക്സിബിൾ ആണ്, ഐ ക്യാൻ പ്ലേസ് ഇറ്റ് എനിവേ. വേർബ് പ്ലസ് ആഡ്വേർബ് അല്ലെങ്കിൽ വേർബ് പ്ലസ് ആഡ്വേർബ് പ്ലസ് പ്രിപ്പസിഷൻ എന്നുള്ളതാണ് അതിൻ്റെ സ്ട്രക്ചർ. പ്രിപ്പസിഷണൽ വേർബ് എന്ന് പറയുമ്പോൾ വേർബ് പ്ലസ് പ്രിപ്പസിഷൻ എന്നുള്ളതാണ്. നോർമലി പ്രിപ്പസിഷണൽ വേർബ്സിനെ എല്ലാം നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പ്രിപ്പസിഷണൽ വേർബ്സ് നമ്മൾ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരുപാട് പ്രിപ്പസിഷണൽ വേർബ്സ് ഉണ്ട്, ഫ്രേസൽ വേർബ്സുമുണ്ട്. അപ്പോൾ പ്രിപ്പസിഷണൽ വേർബ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക കൂടുതലായിട്ട്. രണ്ടും എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണും. ഇനി നമുക്ക് പ്രിപ്പസിഷണൽ വേർബ്സിലേക്ക് വരാം. അപ്പോൾ അതിൽ ലുക്ക് എന്ന വേർബുമായിട്ട് ചേർന്ന് വരുന്ന പ്രിപ്പസിഷണൽ വേർബ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വേർഡ് ലുക്ക്, വേർബ് ലുക്കിനോട് ചേർന്ന് പല പ്രിപ്പസിഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഏകദേശം 17 എണ്ണത്തോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുമുണ്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ലുക്കിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ചില പ്രിപ്പസിഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുക. അപ്പോൾ ഈ ഓരോ പ്രിപ്പസിഷൻ ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മീനിങ് അല്ല, ഒരു സെൻറ്റൻസിൽ ലുക്ക് ആഫ്റ്റർ എന്ന് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള മീനിങ് അല്ല ലുക്ക് എഹെഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഈ പ്രിപ്പസിഷണൽ വേർബ്സ് വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവയുടെ എല്ലാം മീനിങ്സ് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ.
അപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ മീനിങ് മനസ്സിലാക്കി പോയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ലുക്ക് വെച്ചിട്ടുള്ള ലുക്ക് എന്ന വേർബ് യൂസ് ചെയ്തിട്ടുള്ള പ്രപ്പോസിഷണൽ വേർബ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ദ ഫസ്റ്റ് വൺ ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്, നമുക്കറിയാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ടേക്ക് കെയർ അല്ലെങ്കിൽ ടു കീപ് സേഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, അമ്മ കുട്ടികളെ കെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദ മദർ ലുക്സ് ആഫ്റ്റർ ഹെർ ബേബീസ്. ഓക്കെ, സോ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ടേക്ക് കെയർ, ശ്രദ്ധിക്കുക, പരിചരിക്കുക എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്ന പ്രപ്പോസിഷണൽ വെർബ് ഉപയോഗിക്കുക. സെക്കൻഡ് വൺ ലുക്ക് എഹെഡ്. ലുക്ക് എഹെഡ് എന്ന് പറയുമ്പോൾ കൺസിഡർ ദ ഫ്യൂച്ചർ, തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് ലുക്ക് എഹെഡിൻ്റെ മീനിങ്. സോ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്. ഡോണ്ട് തിങ്ക് അബൌട്ട് എ ബ്രൂഡ് ഓഫ് യുവർ പാസ്റ്റ് ബട്ട് ലുക്ക് എഹെഡ്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് നോക്കുക, ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്യുക. ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കുക, വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള മീനിങ് ആണ്. ലുക്ക് ബാക്ക്. ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ തിങ്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ലുക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും തിരിഞ്ഞു നോക്കുക എന്നാണെന്ന്. അങ്ങനെയല്ല അതിൻ്റെ മീനിങ്. ലുക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക എന്നൊക്കെയാണ് ലുക്ക് ബാക്ക്. തിരിഞ്ഞു നോക്കുക എന്നുള്ള മീനിങ്. തിരിഞ്ഞു നോക്കുക നോട്ട് ഇൻ ദ സെൻസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നല്ല, കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ലുക്ക് ബാക്ക്. സോ ഡോണ്ട് ലുക്ക് ബാക്ക് ടു യുവർ ലോസസ്. നഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഡോണ്ട് ലുക്ക് ബാക്ക് ടു യുവർ ലോസസ്. ലുക്ക് ബാക്ക്, തിങ്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ലുക്ക് എറൗണ്ട്. ലുക്ക് എറൗണ്ടിന് പല മീനിങ്സ് നമ്മൾ പറയാറുണ്ട്, രണ്ട് കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കാറുണ്ട്. ലുക്ക് എറൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ട് എ ബിൽഡിംഗ് ഓർ ആൻ ഏരിയ. ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്യുക, തിരയുക, എന്തിനെങ്കിലും തിരയുന്നതിന്, പരിശോധിക്കുന്നതിന് ലുക്ക് എറൗണ്ട് പറയാറുണ്ട്. അതുപോലെ സെർച്ച് ഫോർ, അന്വേഷിക്കുക, എന്തിനെങ്കിലും വേണ്ടിയിട്ട് തിരയുക, അതിന് നമ്മൾ ലുക്ക് എറൗണ്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ലുക്ക് എറൗണ്ട് എന്ന് പറഞ്ഞാൽ ടേൺ യുവർ ഫേസ് ടു സീ വാട്ട് ഈസ് ബിഹൈൻഡ്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനും ലുക്ക് എറൗണ്ട് പറയാറുണ്ട്. അപ്പോൾ ലുക്ക് ബാക്ക് അല്ല, ലുക്ക് എറൗണ്ട് ആണ് തിരിഞ്ഞു നോക്കുന്നതിന് പറയുക. ലുക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോട്ടം തന്നെയാണ്, ബട്ട് ടു ദ പാസ്റ്റ് ഈവൻറ്റ്സ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ആണ്. അപ്പോൾ ലുക്ക് എറൗണ്ട്, ഹൗ ക്യാൻ ഐ യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്? എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ അതിനെ ഉപയോഗിക്കാം? ജസ്റ്റ് ഐ ഹേർഡ് എ വോയിസ് ആൻഡ് ഐ ലുക്ക്ഡ് അറൗണ്ട് ടു സീ വാട്ട് ഇറ്റ് ഇസ്. ഒരു സൗണ്ട് കേട്ട് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലുക്ക് അറൗണ്ട്, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക എന്നുള്ള കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അതിനെ ഉപയോഗിക്കാം? ഐ ലുക്ക്ഡ് അറൗണ്ട് ഫോർ മൈ ലോസ്റ്റ് പേഴ്സ്. എൻ്റെ നഷ്ടപ്പെട്ട പേഴ്സിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്തു, ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചു, തിരഞ്ഞു എന്നുള്ള മീനിങ്ങിലും ലുക്ക് അറൗണ്ട് ഉപയോഗിക്കാറുണ്ട്. And now the next prepositional verb, look down on. Look down on എന്ന് പറഞ്ഞാൽ regard someone as inferior. ആരെയെങ്കിലും കുറച്ച് കാണുക, അല്ലെങ്കിൽ regard someone with the feeling of superiority. നമ്മൾ ഒരു സുപ്പീരിയർ ഫീലിങ്ങിൽ മറ്റുള്ളവരെ കാണുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻഫീരിയർ ആയിട്ട് കാണുക, രണ്ടും ഒരേ മീനിങ് തന്നെയാണല്ലോ. സോ അതിനാണ് നമ്മൾ ലുക്ക് ഡൗൺ ഓൺ എന്ന prepositional verb ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഷീ ഓൾവേസ് ലുക്സ് ഡൗൺ ഓൺ poor people. സാധാരണക്കാരെ അവളെപ്പോഴും കുറച്ച് കാണാറുണ്ട്. സോ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് സ്വയം തോന്നിയിട്ട് മറ്റുള്ളവരെ കാണുക. അങ്ങനെയുള്ള യൂസേജ് സെൻറ്റൻസുകളിലാണ്, അത് മീനിങ് ആയിട്ട് വരുന്ന സെൻറ്റൻസിലാണ് നമ്മൾ ലുക്ക് ഡൗൺ ഓൺ എന്ന പ്രപ്പോസിഷണൽ വേർബ് ഉപയോഗിക്കുക. എന്നാൽ ലുക്ക് അറ്റ്. ലുക്ക് അറ്റ് എന്നുള്ളത് ഡിറക്റ്റ് ലുക്ക് അറ്റ് മീനിങ് നമുക്കറിയാം. ഗെയ്സ് എന്നുള്ള മീനിങ് പറയാറുണ്ട്, നോക്കുക. സിംപ്ലി ലുക്ക് അറ്റ് മീ, എന്നെ നോക്കൂ. ലുക്ക് അറ്റ്, ഗെയ്സ് അറ്റ് എന്നുള്ള മീനിങ് പറയാറുണ്ട്. അതുപോലെ തന്നെ ലുക്ക് അറ്റിനെ കൺസിഡർ എന്നുള്ള മീനിങ്ങും പറയാറുണ്ട്. ലുക്ക് അറ്റ് യുവർ പോസിബിലിറ്റീസ്, നിങ്ങളുടെ പോസിബിലിറ്റീസിനെ കൺസിഡർ ചെയ്യുക. ലുക്ക് അറ്റിന് കൺസിഡർ എന്നുള്ള മീനിങ്ങും ഉണ്ട്, സിംപ്ലി ഗെയ്സ് അറ്റ്, നോക്കുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. എന്നാൽ ലുക്ക് ഫോർ. ലുക്ക് ഫോർ ആണ് അടുത്ത പ്രപ്പോസിഷണൽ വേർബ്. ലുക്കിൻ്റെ കൂടെ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്ന പ്രപ്പോസിഷൻ ഫോർ ആണ്. സോ ലുക്ക് ഫോറിൻ്റെ മീനിങ് സെർച്ച് ഫോർ എന്നുള്ളതാണ്, അന്വേഷിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ലുക്ക് അറൗണ്ടിനും സെർച്ച് ഫോർ എന്നുള്ള മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ലുക്ക് ഫോർ എന്ന് പറയുന്നതും സെർച്ച് എന്നുള്ളതാണ്. സോ ഐ ലുക്ക്ഡ് ഫോർ ആൻ ഓൾഡ് ആൽബം വിച്ച് വാസ് കെപ്റ്റ് അറ്റ് ഹോം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ ആൽബത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞു, അന്വേഷിച്ചു. ഐ ലുക്ക്ഡ് ഫോർ, അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ലുക്ക് ഫോർവേഡ് ടു അടുത്തൊരു പ്രിപ്പോസിഷണൽ വെർബാണ്, ലുക്കിനോട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുക. ലുക്ക് ഫോർവേഡ് ടു. ഫോർവേഡ് ടു എന്ന് പറയുമ്പോൾ ഫീൽ പ്ലീസ്ഡ് ആൻഡ് എക്സൈറ്റഡ് ടു ലിസൺ ടു സമ്മൺ. ആരുടെയെങ്കിലും റെസ്പോൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പ്ലീസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനാണ് ഫോർവേഡ് ടു എന്ന്
പറയുന്നത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്. നമ്മൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ പറയാറുണ്ട് അല്ലേ, നിങ്ങളുടെ പ്രതികരണത്തിന് മറുപടി എഴുത്തിനായിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ലുക്ക് ഫോർവേഡ് ടു, പ്ലീസ്ഡ് ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് ലുക്ക് ഫോർവേഡ് ടു. അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, എക്സ്പെക്റ്റിംഗ് സംതിങ് വിത്ത് എ ഫീലിംഗ് ഓഫ് വാട്ട് പ്ലഷർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളതിനാണ് ഫോർവേഡ് ടു, ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത് ഉപയോഗിക്കാം. സോ അടുത്തതായിട്ടുള്ളത് ലുക്ക് ഇൻ. അടുത്ത പ്രിപ്പസിഷണൽ വെർബാണ് ലുക്ക് ഇൻ എന്ന് പറയുന്നത്. ലുക്ക് എന്ന വെർബിനോട് ചേർന്ന് ഇൻ എന്ന പ്രിപ്പസിഷൻ കൂടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലുക്ക് എന്ന വേർബിൻ്റെ മീനിങ്ങും അല്ല, ഇൻ എന്ന പ്രിപ്പസിഷൻ്റെ മീനിങ്ങും അല്ല, വേറൊരു ഡിഫറെൻറ്റ് മീനിങ് ആണ്, ടോട്ടലി ഡിഫറെൻറ്റ് മീനിങ് ആണുള്ളത്. ലുക്ക് ഇൻ എന്ന് പറയുമ്പോൾ വിസിറ്റ് ചെയ്യുക, വിസിറ്റ് എന്നുള്ള മീനിങ് ആണ്. സോ എങ്ങനെ എനിക്കതൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ ലുക്ക്ഡ് ഇൻ അറ്റ് മൈ ഓൺസ് ഹൗസ് വെൻ ഐ വിസിറ്റഡ് ചെന്നൈ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഓൺട്ടിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തു. ലുക്ക്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് പ്രിപ്പസിഷണൽ വെർബ് ലുക്ക് ഇൻ ടു ആണ്. ലുക്ക് ഇൻ ടുവിൻ്റെ മീനിങ് ഇൻവെസ്റ്റിഗേറ്റ്, കൺസിഡർ അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നുള്ളതാണ്. അപ്പോൾ ലുക്ക് ഇൻ ടു എന്നുള്ളത് എങ്ങനെ നമുക്കൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ദ പോലീസ് ലുക്ക്ഡ് ഇൻ ടു ദ മാറ്റർ സീരിയസ്ലി. പോലീസ് ആ കാര്യം സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറയാനായിട്ട് ലുക്ക് ഇൻ ടു എന്നാണ് ഞാൻ ഉപയോഗിക്കുക. ദ പോലീസ് ലുക്ക്ഡ് ഇൻ ടു ദ മാറ്റർ. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്, കൺസിഡർ അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ലുക്ക് ഓൺ. ലുക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് സംതിങ് വിത്തൗട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ഇറ്റ്. ഒരു കാര്യത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുന്നതിനാണ് ലുക്ക് ഓൺ എന്ന് പറയുക. പറയുന്ന ആൾ അതിൽ ഇൻവോൾവ് ആയിരിക്കില്ല, ജസ്റ്റ് ഒബ്സർവിങ് സംതിങ് വിത്തൗട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ഇറ്റ്. So he looked on the entire discussion very seriously, very carefully. So looked on without taking part in it, observing something. Look on ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ലുക്ക് ഔട്ട്. ലുക്ക് ഔട്ടിന് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ആ വേർഡ്സ് ചേർത്ത് വയ്ക്കുമ്പോഴുള്ള മീനിങ് ഉണ്ട്. വേർഡ്സ് സെറ്റ് ലുക്ക് ഔട്ട്, പുറത്തേക്ക് നോക്കുക എന്ന് പറയുന്നത്. സീ സംതിങ് ഫ്രം വിത്തിൻ. ലുക്ക് ഔട്ട് സൈഡ് ഫ്രം വിത്തിൻ എന്നുള്ളത്. ലുക്ക് ഔട്ട്, യു ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ റെയിൻ. പുറത്തേക്ക് നോക്കുക, നല്ലൊരു മഴ കാണാം. ലുക്ക് ഔട്ട് ആ മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ലുക്ക് ഔട്ടിന് വേറൊരു മീനിങ്ങും ഉണ്ട്, ഗിവിങ് വാർണിംഗ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു വാർണിംഗ് കൊടുക്കുക, ടു ബി വിജിലൻ്റ് ആകാനായിട്ട് ഒരു വാർണിംഗ് കൊടുക്കുന്നതിന് ലുക്ക് ഔട്ട് എന്ന് പറയാറുണ്ട്. സോ ദ പോലീസ് പബ്ലിഷ്ഡ് എ ലുക്ക് ഔട്ട് നോട്ടീസ്. ആരെങ്കിലും കുറിച്ചൊരു ലുക്ക് ഔട്ട് നോട്ടീസ് ആരെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്തു എന്നുള്ളതിന് നമ്മൾ ലുക്ക് ഔട്ടാണ് പറയുക. സോ രണ്ട് കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കാറുണ്ട്, പ്രിപ്പസിഷണൽ വെർബായ ലുക്ക് ഔട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ലുക്ക് ത്രൂ ആണ്. ലുക്ക് ത്രൂവിനും രണ്ട് മീനിങ്സ് ഉണ്ട്. സീ ത്രൂ ദ ഗ്യാപ്പ്, ഇടയിൽ കൂടി കാണുക എന്നുള്ളത് ലുക്ക് ത്രൂ ആണ്. അതുപോലെ തന്നെ സെർച്ച് സംതിങ് യൂസിങ് ഹാൻഡ്സ് ഓർ ഐസ്. കണ്ണുപയോഗിച്ചോ കൈകൾ ഉപയോഗിച്ചോ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതിന്, എന്തെങ്കിലും എക്സാമിൻ ചെയ്യുന്നതിന്, ചെക്ക് ചെയ്യുന്നതിന് ലുക്ക് ത്രൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ എയർപോർട്ട് സെക്യൂരിറ്റി ലുക്ക്ഡ് ത്രൂ ഹർ ബാഗ്സ്. എയർപോർട്ട് സെക്യൂരിറ്റി ലുക്ക്ഡ് ത്രൂ ഹർ ബാഗ്സ്, ദാറ്റ് മീൻസ് എക്സാമിൻഡ്, ചെക്ക്ഡ് ഹർ ബാഗ്സ് എന്നുള്ള ലുക്ക് ത്രൂ ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് പ്രിപ്പസിഷണൽ വേർബ് ലുക്ക് ടു ചേർന്ന് വരുമ്പോൾ, ടു എന്ന പ്രിപ്പസിഷൻ ലുക്ക് എന്ന വേർബിനോട് ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ലുക്ക് ടു, സീക്ക് ഇൻസ്പിറേഷൻ ഓർ അഡ്വൈസ് ഫ്രം സംവൺ. ആരിൽ നിന്നെങ്കിലും ഇൻസ്പിറേഷൻ എടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് നേടുക, അതിനാണ് നമ്മൾ ലുക്ക് ടു എന്ന് പറയുക. സോ വെനെവർ ഐ ആം അപ്സെറ്റ് ഐ ലുക്ക് ടു മൈ ഫാദർ ടു ചിയർ മീ അപ്പ്. എപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുമോ, ഞാൻ അപ്സെറ്റ് ആണോ, ഞാൻ എൻ്റെ അച്ഛനെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകാറുണ്ട്. സോ ഹി ഈസ് മൈ ഇൻസ്പിറേഷൻ, ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ് ടു ഹിം. സോ ലുക്ക് ടു, വെനെവർ ഐ ആം അപ്സെറ്റ് I'll approach my father, I look to my father to cheer me up. അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്പിറേഷനായിട്ട് നമ്മൾ ചെല്ലുന്നതിനാണ് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നതിനാണ് ലുക്ക് ടു എന്ന പ്രിപ്പസിഷണൽ വെർബ് ഉപയോഗിക്കുക. നെക്സ്റ്റ് പ്രിപ്പസിഷണൽ വെർബ് ലുക്ക് അപ്പ് ആണ്. ലുക്ക് എന്ന വേർബിൻ്റെ കൂടെ അപ്പ് എന്ന പ്രിപ്പസിഷൻ വരുമ്പോൾ അവിടെയും രണ്ട് മീനിങ്സ്, രണ്ട് കോണ്ടെക്സ്റ്റിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഇംപ്രൂവ് എന്നുള്ള മീനിങ് ആണ്. ലുക്ക് അപ്പ് എന്നുള്ളത് ഇംപ്രൂവ് എന്നുള്ളതായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, എന്ന മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് അപ്പ് ഫോർ ഹിം വെൻ ഹി ഷിഫ്റ്റഡ് ടു ഹിസ് ഹോം ടൗൺ. അവൻ ഹോം ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ അവന് ഇംപ്രൂവ് ആയിട്ട് വന്നു. സോ ഇംപ്രൂവ്, ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സംതിങ് ഇംപ്രൂവിങ് സംതിങ്. ഇംപ്രൂവ് എന്നുള്ളതിൻ്റെ മീനിങ്ങിൽ നമ്മൾ ലുക്ക് അപ്പ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് മീനിങ് നമുക്കറിയാം, ലുക്ക് അപ്പ് ഇൻ എ ഡിക്ഷണറി നോർമലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലുക്ക് അപ്പ്, സെർച്ച് ഇൻ എ ഡിക്ഷണറി, സെർച്ച് ഫോർ ദ മീനിങ് ഇൻ എ ടെക്സ്റ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ലുക്ക് അപ്പ് എന്ന് പറയുന്നത്. സോ ഐ ലുക്ക്ഡ് അപ്പ്
ദ മീനിങ് ഓഫ് ദറ്റ് വേർഡ് ഇൻ ദ ഡിക്ഷണറി എന്ന് പറയാറുണ്ട്. ലുക്കപ്പ്, സെർച്ച് ഫോർ ദ മീനിങ് ഇൻ എ ഡിക്ഷണറി ഓർ എനി ടെക്സ്റ്റ്, എനി ബുക്ക്. നെക്സ്റ്റ് പ്രിപ്പോസിഷണൽ വെർബ് ലുക്ക് അപ്പ് ടു ആണ്. ലുക്ക് അപ്പ് ടു മീൻസ് ഷോ റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ ടു സമ്മൺ. ആരെങ്കിലും ബഹുമാനിക്കുക അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുക എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രിപ്പോസിഷണൽ വെർബാണ് ലുക്ക് അപ്പ് ടു എന്നുള്ളത്. സോ യു ഷുഡ് ലുക്ക് അപ്പ് ടു യുവർ പാരൻസ്. പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക, അഡ്മയർ ചെയ്യുക. In that sentence we can use the prepositional verb look up to. You should look up to your parents. And the last one upon ആണ്. look upon means gaze at something. എന്തിനെങ്കിലും നോക്കുക, കാണുക എന്നൊക്കെയുള്ള സിംപ്ലി ആ മീനിങ്ങേ ഉള്ളൂ ലുക്ക് upon എന്ന് പറയുന്നത്. ലുക്ക് upon my works. എൻ്റെ വർക്ക്സ് ഒന്ന് കാണുക, വന്ന് കാണുക എന്ന് പറയുന്നത് ലുക്ക് upon. ജസ്റ്റ് സീ, കൺസിഡർ അല്ലെങ്കിൽ ഗെയ്സ് അറ്റ് മൈ വർക്ക്സ്, ലുക്ക് upon എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ലുക്ക് എന്ന വേർബിനോട് ചേർത്ത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള പ്രിപ്പസിഷൻസ്. ഇനിയുമുണ്ട്, എങ്കിലും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള, സാധാരണ പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറേ പ്രിപ്പസിഷണൽ വേർബ്സ് ആണിവ. അപ്പം മീനിങ്സ് തമ്മിൽ മാറിപ്പോവാതെ പ്രോപ്പറായിട്ട് തന്നെ അവ ഉപയോഗിച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ച് പഠിക്കുമ്പോഴേ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. Hope you understood it. Thank you for watching this video. Stay tuned.